പരാക്രമം എന്താണ് ഓഡിയൻസിനോട് പറയാൻ ശ്രമിക്കുന്നത്? ഒരു ആക്ഷൻ പടമല്ല, കാരണം പലരും അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കുന്നുണ്ട്. കൂടുതൽ ഇമോഷനും ഡ്രാമയും ഫാമിലിയും ഫ്രണ്ട്സും ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പൊ കൂടെ നടന്ന് ഒരു വഴിതെറ്റിക്കുന്ന ഒരു ഫ്രണ്ടിന്റെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു സിജു ചെയ്യുന്നല്ലേ. ഇത്രയും നല്ലൊരു കാസ്റ്റിംഗ് ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി തീർച്ചയായിട്ടും വളരെ സന്തോഷം. നീ പഠിച്ചെന്ന് ഞാൻ പഠിച്ചോണ്ടല്ല, അറിയാതെ സ്വാഭാവികമായിട്ട് എല്ലാവരും അതല്ലേ പറയുന്നത്. ഒരു ദിവസം ചോദിച്ചു എൻ്റെ അടുത്ത്, റോക്കോയ്ക്ക് ആർട്ടിസ്റ്റ് ഇല്ലായിരുന്നു, അപ്പൊ നീ ചെയ്യുന്നോന്ന് ചോദിച്ചു. ഞാൻ വിട്ടില്ല, മുറുക്കെ പിടിച്ചു. പിന്നീട് വേറെ ലാംഗ്വേജസിലോട്ടും പോയി. അപ്പൊ അവിടെ നിന്നുള്ള ഫാൻ ബേസും കേരളത്തിലെ ഫാൻ ബേസും എങ്ങനെയായിരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുക? അവിടെ ഫാൻ ബേസ് ഒന്നും ഇല്ല, ഇവിടെ ഇല്ല, അതുകൊണ്ട് വലിയ ഡിഫറൻസിയേഷൻ പറയാൻ അറിയില്ല. പിന്നെ വേറെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. എനിക്ക് തെലുങ്കൊന്നും അങ്ങനെ അറിയുന്ന ഒരാളല്ല. സിനിമ ചെയ്യാന്നുള്ളൊരു ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നു. അതിപ്പോ ഏത് ഭാഷയാണെങ്കിലും ചെയ്യുക. സ്ക്രിപ്റ്റ് എഴുതാനുള്ള കഴിവുണ്ടോന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. ഇത് എഴുതി പോയതാണ്. ഒരു കഥയാക്കുന്നു, പിന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ട് അതിനൊരു സ്ക്രിപ്റ്റ് ആക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതാണിപ്പം മരണമാസം ചോദിച്ചിട്ടും പ്രൊഡ്യൂസ് ചെയ്ത് ബേസിലൊക്കെയാണ് നോക്കുന്നത്. ഹലോ, സിനിമാ പ്രാന്തറിൽ ഇന്ന് കൂടെ ഉള്ളത് പരാക്രമം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിജു, സണ്ണി, ദേവ്മോഹൻ ആൻഡ് സച്ചിൻ. വെൽക്കം ടു സിനിമാ പ്രാന്തൻ. ഇപ്പം നമുക്ക് ടീസർ കണ്ടു, പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഫീൽ ഗുഡ്, ഒരു ഫുൾ ഓൺ ഫീൽ ഗുഡ് സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഫുൾ ഓൺ ആക്ഷൻ മൂവി എന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിന്റെയും കൂടെ ഒരു മിക്സപ്പ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ദേവ്മോഹൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ദേവ്മോഹന്റെ ക്യാരക്ടറെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. എന്താണ് ക്യാരക്ടർ ആൻഡ് പരാക്രമം എന്താണ് ഓഡിയൻസിനോട് പറയാൻ ശ്രമിക്കുന്നത്? അപ്പൊ ടീച്ചറിൽ കണ്ട ഒരു പരിപാടിയൊക്കെ തന്നെയാണ്. അതിനൊരു കുറച്ച് ഇമോഷനൊക്കെ ഉള്ള ഒരു ആക്ഷൻ പടമല്ല, കാരണം പലരും അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കുന്നുണ്ട്. ടൈറ്റിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഫുൾ ഓൺ ആക്ഷൻ ആണോ, അങ്ങനത്തെ ഒരു ജോണർ അല്ല. ആക്ഷൻ ഉണ്ട് ചെറുതായിട്ട്. കൂടുതൽ ഇമോഷനും ഡ്രാമയും ഫാമിലിയും ഫ്രണ്ട്സും ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെ ഒരു സ്പേസ് അല്ല, അത് നത്തിങ് പുതിയതായിട്ട് അങ്ങനെ ഒരു പരിപാടി ഒന്നുമല്ല. എന്നാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്പേസ്, പല അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛനും മോനും അല്ലെങ്കിൽ ഫ്രണ്ട്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു കഥ ആണ് ഒറ്റാക്ലി പറയാൻ പറ്റിയത്. ഇപ്പൊ കൂടെ നടന്ന് ഒരു വഴിതെറ്റിക്കുന്ന ഒരു ഫ്രണ്ടിന്റെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു സിജു ചെയ്യുന്നല്ലേ. ഇതിനകത്ത് കുറച്ച് നല്ലൊരു ശാന്തനായ ഒരു കൂട്ടുകാരൻ നായകനെ ചില ഒരു ക്യാരക്ടറിനെ പറ്റി കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞ ബാലു എന്ന് പറഞ്ഞതാണ് ക്യാരക്ടർ. ദേവിനെ ഇത് ഞാൻ പറഞ്ഞൊരു ഫുൾ ഒരു കോമഡി അങ്ങനല്ല, ഇതൊരു ഫാമിലി എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത്. അപ്പം ദേവിനെ ഫാമിലിക്ക് ഉപരി അവൻ്റെ ഫ്രണ്ട് ഒരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസിഷന് മുമ്പ് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ. അങ്ങനെ ഒരു കൂട്ടുകാരനാണ് ഈ പടത്തിൽ മൊത്തത്തിൽ മൊത്തം കോമഡിയും ഇമോഷനും ഒക്കെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണ്. ഇത് വാഴയ്ക്ക് മുന്നേ ഷൂട്ട് ചെയ്താണെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു ഇപ്പം സിജു, ജോമോൻ, അമിത് ഇങ്ങനെയുള്ള ഒരു കോംബോ ഇതിന് മുന്നേയും ഒരുമിച്ച് തന്നെ വന്നു. അതെങ്ങനെയായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഇത് ഒരിക്കലും പ്ലാൻ ചെയ്ത് അങ്ങനെ മൂന്ന് പേര് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഗുരുവായൂരിന്റെ സമയത്താണ് സൗദി പരാക്രമത്തിലേക്ക് എത്തുന്നത്. അപ്പം ഗുരുവായൂർ ഇറങ്ങി, പിന്നെ പരാക്രമം അതിന് മുമ്പ് വാഴയ്ക്ക് മുമ്പ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. വാഴ ഇറങ്ങിയപ്പോൾ ഈ കോംബോ ഭയങ്കരമായിട്ട് ഇതായി. അപ്പോഴത്തേന് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്കി ബാലൻസ് അങ്ങനല്ല, ഇത് ഓൾറെഡി ഇതാണ് വാഴയ്ക്ക് മുമ്പ് ഷൂട്ട് കഴിഞ്ഞത്. എല്ലാം ഇതങ്ങനെ മനഃപൂർവ്വം മൂന്ന് പേരെ വെച്ച് ചെയ്തതല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. സച്ചിൻ ഫസ്റ്റ് ടൈം വരികയാണ് സിനിമയിലേക്ക്. എങ്ങനെയുണ്ടായിരുന്നു ഫുൾ ഓൺ എക്സ്പീരിയൻസ് ഒക്കെ? തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു കാസ്റ്റിംഗ് ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി തീർച്ചയായിട്ടും വളരെ സന്തോഷം. നീ പഠിച്ചെന്ന് ഞാൻ പഠിച്ചോണ്ടല്ല, അറിയാതെ സ്വാഭാവികമായിട്ട് എല്ലാവരും അതല്ലേ പറയുന്നത്. നല്ലൊരു ഡെബ്യൂ ആണെന്ന് വിശ്വസിക്കുന്നു. റോക്കോ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. വിശാലും ബാലുവും ഇവർ രണ്ടുപേരും പഠിക്കുന്ന സ്കൂളിൽ സീനിയറായിട്ട്, കോളേജിൽ സീനിയറായിട്ട് ഉള്ളവരാണ്. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നില്ലേ? കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കുറച്ചുകൂടെ വേണമെങ്കിൽ പറയാം. പറഞ്ഞ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു സ്കൂൾ അല്ലെ കോളേജ് കാലഘട്ടത്തിലോട്ട് എത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മേക്ക് ഓവർ ഒക്കെ നമുക്ക് ബോഡിയിലാണേലും നമ്മുടെ നേച്ചറിലാണേലും ഒക്കെ കാണിക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പൊ അതിന് വേണ്ട ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ. സ്കൂളല്ല ആക്ച്വലി, ഭയങ്കര സ്കൂളല്ല, കോളേജിലൊരു ലേറ്റ് ടീനേജ് ഒക്കെയാണ്. ടീനേജിന്റെ അവസാനമൊക്കെ ഉള്ള ഒരു സമയമാണ് പറയാൻ നോക്കുന്നത്. അപ്പൊ എഗെയിൻ ഞങ്ങളൊന്ന് കുറച്ചും കൂടെ ഒന്ന്
മെലിഞ്ഞിരുന്നാ നന്നായിരിക്കും എന്നൊക്കെ തോന്നിയിരുന്നു. അപ്പൊ കുറച്ചൊന്ന് വെയിറ്റ് ഒക്കെ ഒന്ന് കുറച്ചു ഈ ഇതിനു വേണ്ടി. പിന്നെ എന്നെ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ വേറെ സിനിമയിലൊന്നും വന്നിട്ടില്ല. എന്തായാലും കുറച്ച് താടിയൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ഇതുവരെ വന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പോ തന്നെ ഈ ഒരു ക്യാരക്ടർ അർജുൻ, ഇതിന്റെ ഡയറക്ടർ അർജുൻ ഉദ്ദേശിച്ച ഒരു പരിപാടി വന്നു എന്നാണ് അർജുൻ പറഞ്ഞത്. അപ്പൊ അത്രേ അതിനുവേണ്ടി ചെയ്തിട്ടുള്ളൂ. വേറെ അങ്ങനെ പിന്നെ നമ്മള് പാസ് ചെയ്ത് പോയിട്ടുള്ളൊരു സമയമായിരുന്നല്ലോ കോളേജും ഒക്കെ. അപ്പൊ അതുകൊണ്ട് അതിലേക്കും തിരിച്ചു പോകാത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ ഇരുന്ന് ഓരോ സീൻ വർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സജഷൻ പറഞ്ഞ് ഇങ്ങനെ ചെയ്തു പോവാ. അത്രേ ഉള്ളൂ. ഇപ്പൊ സിജു ഏതോ ഒരു ഇന്റർവ്യൂല് പറയണേ കേട്ടുള്ളായിരുന്നു, ഈ 2 സിനിമകൾ ഒരേ ടൈം ഷൂട്ട് വന്നപ്പം ഗുരുവായൂർ അമ്പലനടയിലും വാഴയും ഒരേ ടൈമിൽ ഷൂട്ട് വന്നപ്പം ഒരു സിനിമയ്ക്ക് വേണ്ടി മെലിയുന്നു, അടുത്ത സിനിമയ്ക്ക് വേണ്ടി വീണ്ടും ഫുഡ് കഴിച്ച് തടി വെക്കുന്നു. അപ്പൊ അതിനു മുൻപ് ഈ സിനിമ ഉണ്ടായിരുന്നു, ഒരു കോളേജ് ലൈഫ് കാണിക്കുന്നതായിട്ടും. അപ്പം അതിന്റെ രണ്ടിന്റെയും സിജുവിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? അക്രമ സമയത്ത് ഞാൻ വണ്ണം കുറയ്ക്കുന്നതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് സൈക്കിൾ ചവിട്ടലും പരിപാടികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇത് 3ഉം എനിക്ക് തോന്നുന്നു ഓരോരോ പോർഷൻസുകളെല്ലാം എനിക്ക് തോന്നുന്നു ഈ 3 സമയമായിട്ട് നടക്കുന്നുമുണ്ട്. അതായത് ഗുരുവായൂരിൻ്റെ സമയത്താണെങ്കിൽ വണ്ണം കൂട്ടിയിട്ടിരിക്കുന്ന, അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്ന, ആ ഗ്യാപ്പിൽ വണ്ണം കുറച്ചിട്ട് നമ്മൾ നേരെ ആദ്യം വാഴയാണെന്ന് തോന്നുന്നു, വാഴയുടെ കുറച്ച് പോർഷൻ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ബാക്കി ഗ്യാപ്പിലല്ലേ പരാക്രമം. അതെ, പരാക്രമം അത് കഴിഞ്ഞിട്ട് പരാക്രമം വരുന്നു. പരാക്രമത്തിൽ മറ്റേ വണ്ണം കുറച്ച് കൊണ്ടുവന്നിട്ട് നേരെ പിന്നെ പരാക്രമം കഴിയുന്നത്. അപ്പോഴത്തേക്കിന് ലാസ്റ്റിലൊക്കെ പോർഷൻ ആയപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും മെലിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ വാഴ ചെയ്യുന്നു. വാഴ ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും മറ്റേ തുടങ്ങുന്നു, വണ്ണം കൂട്ടിയിട്ട് പിന്നെ അവിടെ പോകുന്നു. അങ്ങനെ അത് എല്ലാം 3ഉം എനിക്ക് തോന്നുന്നു ഒരേ ഇതിലൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടെ വന്നിരുന്നെങ്കിൽ എന്തായാലും ഇല്ല, ഒരെണ്ണം കൂടെ വന്നിരുന്നെങ്കിൽ ഇല്ല, ചെയ്യാൻ പറ്റില്ല. കാരണം താടിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഇതിനകത്തും 2 ഗെറ്റപ്പ് വരുന്നുണ്ട്. വാഴയ്ക്കകത്ത് പിന്നെ കുറ്റിത്താടിയുണ്ട്, ക്ലീൻ ഷേവ് ഉണ്ട്, ഫുൾ താടിയുണ്ട്. അപ്പം വേറെന്നോടാന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പാടായിരിക്കും. ഇതിലെനിക്ക് ഒരു ചെറിയ സിമിലാരിറ്റി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. വാഴയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ സിജുവിന്റെ ഒരു വോയിസ് ഓവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇതിന്റെ ടീസർ കണ്ടപ്പോഴും ആ ഒരു വോയിസ് ഓവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തോന്നി. അപ്പം ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് തോന്നി? ഇല്ല, സിമിലാരിറ്റീസുകളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യം പരാക്രമമാണ് ഇത് ചെയ്യുന്നത്. സ്ക്രിപ്റ്റിനകത്ത് അങ്ങനെ തന്നെയാണ് ബാലുവിന്റെ ഇതിലെന്ന് പറയുന്നത്. മറിച്ച് ഇതിലേക്ക് വാഴയിലേക്ക് എത്തുമ്പോഴത്തേക്കിനും ലീഡെന്ന് പറയുന്നില്ല എങ്കിൽ പോലും വാഴയ്ക്കകത്ത് അജോ തോമസിന്റെ ഒരു ട്രാക്കാണ് വരുന്നത്. അപ്പൊ ഞാനാണ് നറേഷൻ തുടങ്ങുന്നതും എൻ്റെ ലൈഫിൽ കൂടെയാണ് തുടങ്ങിയിട്ടാണ് ബാക്കിയിലേക്ക്. അതുകൊണ്ട് ആണ് വാഴയിൽ അങ്ങനെ വന്നത്. ഇതിനകത്താണെങ്കിൽ ബാലുവിന്റെ കാഴ്ചയിൽ ഉണ്ടാവുന്ന ദേവിന്റെ ലൈഫും കാര്യങ്ങളൊക്കെയാണ്. ബാലു എന്താണ് കണ്ടത്, അവനിപ്പോ എവിടെയാണ്, ഞാനാണ് നറേറ്റ് ചെയ്യുന്നത്. അതാണ് അങ്ങനെ വന്നത്. അല്ലാതെ രണ്ടും എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടറിന് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് ഒരു വിശാഖെന്നാണ്. വിശാഖിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാള് ബാലുവാണ്. അപ്പൊ വിശാഖിനെ പറ്റി എന്തെങ്കിലും അമ്മയ്ക്ക് അറിയണമെങ്കിലും ബാലുവിനെ തന്നെ വിളിച്ചു ചോദിക്കണം. അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ അല്ലെ ഞാനായിട്ട് പറയുന്നത്. ഇതിന്റെ കഥ ഞാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഒരു ആസ്ഥാനം അറിയട്ടോ എല്ലാത്തിലും സച്ച് എന്തുകൊണ്ടാണ് ഈ ഒരു അഭിനയം എന്നുള്ള ഒരു പാഷൻ? ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സ്റ്റാർട്ട് ചെയ്തു, ആൻഡ് ആക്ടിങ് ആയിരുന്നു പാഷൻ. അപ്പൊ ഈ ഒരു ആക്ടിങ് പാഷൻ എങ്ങനെയാണ് വന്നതൊക്കെ? അല്ല, അങ്ങനെ കോളേജ് പഠിക്കുമ്പോൾ തന്നെ അതിന് സിനിമയിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സിനൊന്നും അറിയത്തില്ലായിരുന്നു ഞാനിങ്ങനെ ഫിലിം ഫീൽഡിൽ വരും എന്ന്. ഞാൻ സിനിമയിൽ കയറി എന്ന് അറിഞ്ഞപ്പോഴാണ് അവർ സിനിമയിൽ എന്നിങ്ങനെ പറഞ്ഞത്. പിന്നെ അത് സ്വാഭാവികമായിട്ടും വന്നു. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായി. അത് നമ്മൾ ഈ AD പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതൊക്കെ സിനിമയിലായിരുന്നു അസിസ്റ്റ് ചെയ്തത്? ഞാൻ അണ്ടർവേൾഡിലായിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് ഭീഷ്മപർവ്വത്തിൽ അമൽ നീരജ് സാറിൻ്റെ കൂടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അണ്ടർവേൾഡിൽ വെച്ചാണ് അർജുനേട്ടനും ഞാനും ADs ആയിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ സ്ക്രിപ്റ്റ് ആദ്യം കേട്ട ഞാൻ 2019 ഞാൻ കേട്ടായിരുന്നു. അപ്പം അന്ന് ഇങ്ങനെ അല്ലായിരുന്നു, ഡ്രാഫ്റ്റ് മാറുന്നതനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ തുടങ്ങിയ ഒരു ബന്ധമാണ്. ബന്ധം കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം ചോദിച്ചു എൻ്റെ അടുത്ത്, റോക്കോയ്ക്ക് ആർട്ടിസ്റ്റ് ഇല്ലായിരുന്നു, അപ്പം നീ ചെയ്യുന്നോന്ന് ചോദിച്ചു. പിന്നെ ഞാൻ വിട്ടില്ല, മുറുക്കെ പിടിച്ചു. അത് തന്നെ എൻ്റെ സംഭവം. ഇപ്പം ദേവ്മോഹൻ ഇപ്പം മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ ലാംഗ്വേജിലോട്ടൊക്കെ പോയി. ഇപ്പം ഈ സൂഫി സുജാത ഇറങ്ങിയപ്പം എനിക്ക് തോന്നുന്നു അന്ന് കൊറോണ ടൈമിലൊക്കെ ആയിരുന്നല്ലോ റിലീസായത്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ഗേൾസിൻ്റെ ഒരു ക്രഷ് തന്നെ ആയിരുന്നു. കേരളത്തിലെ ഒരുപാട് പേരുടെ ക്രഷായിരുന്നു. അന്നൊക്കെ ഞാൻ ഇൻ്റർവ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂ ചെയ്യണം. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മുന്നിൽ കിട്ടുന്നത്. ഇപ്പോഴാണ് സംഭവിച്ചത്. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരും, ഞാൻ സിജുവിനെ ഒരുപാട് വട്ടം വിളിച്ചിട്ട് എനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. അങ്ങനെ ദേവ്മോഹനെ ഇപ്പോഴാണ് കിട്ടുന്നത്. അപ്പം ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ മെസ്സേജ്
മെസ്സേജസ് ഒക്കെ ആ ടൈമിൽ വന്നിട്ടുണ്ടാവുമല്ലോ, ഒബ്വിയസ്ലി വന്നിട്ടുണ്ടാകും. പിന്നീട് വേറെ ലാംഗ്വേജസിലോട്ടും പോയി. അപ്പൊ അവിടെ നിന്നുള്ള ഫാൻ ബേസും കേരളത്തിലെ ഫാൻ ബേസും എങ്ങനെയായിരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുക? അവിടെ ഫാൻ ബേസ് ഒന്നും ഇല്ല, ഇവിടെ ഇല്ല. അതുകൊണ്ട് വലിയ ഡിഫറൻസിയേഷൻ പറയാൻ അറിയില്ല. അല്ല, അവിടെ അങ്ങനെ ഒരു പടമല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇപ്പൊ റിലീസ് ആയിട്ടുള്ള ഒരു പടം കൂടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ആ പറഞ്ഞ സിനിമ കണ്ടിട്ട് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്, ആ ക്യാരക്ടറോടുള്ള ഇഷ്ടം. അല്ലാതെ ഒരു ഫാൻസ് ഉണ്ടാക്കാൻ മാത്രമുള്ള സിനിമയൊന്നും ചെയ്തിട്ടില്ല. അല്ല, അന്നൊക്കെ കുറെ മീംസ് ഒക്കെ വരുമ്പോ ഉണ്ടായിരുന്നു, ലൈക് സിനിമ കാണുന്നത് ഫോർ ദി പ്ലോട്ട് ആൻഡ് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് അതില് ആ ക്യാരക്ടറിന്റെ ഫോട്ടോയും വരുമായിരുന്നല്ലോ. അല്ല, അത് ചില സിനിമ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചില ക്യാരക്ടേഴ്സിനോട് ഇഷ്ടം തോന്നില്ല. അങ്ങനെ ഒരു ഭാഗ്യം ആ പടത്തിൽ സംഭവിച്ചു. പിന്നെ വേറെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ചെയ്തു, അത്രേ ഉള്ളൂ. എനിക്ക് തെലുഗു ഒന്നും അങ്ങനെ അറിയുന്ന ഒരാളല്ല, ഒരു വാക്കുപോലും അറിയണ്ടായിരുന്നില്ല. സിനിമ ചെയ്യാന്നുള്ളൊരു ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ അതിപ്പോ ഏത് ഭാഷയാണെങ്കിലും ചെയ്യുക എന്നുള്ളൊരു പരിപാടി. അല്ലാണ്ട് അങ്ങനെ ഒരു വേറെ ഇൻഡസ്ട്രി പോകണം, വലിയ ഇൻഡസ്ട്രി പോകണം, അങ്ങനെ നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും തോന്നിയാൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പായി. അഗെയിൻ കുറെ സമയം പോയി, അവിടെ പോയി 1.5 വർഷത്തോളം എൻ്റെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇവിടെ നിന്നൊരു ഗ്യാപ്പായി. എല്ലാവരും ചോദിക്കും സൂഫിയും ചെയ്യാതെയും കഴിഞ്ഞിട്ട് എന്താ പെട്ടെന്ന് ഇവിടെ നിന്ന് ബാക്ക് ടു ബാക്ക് പടം ചെയ്യാത്ത. അപ്പൊ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഗ്യാപ്പ് എടുത്തതല്ല. ആ പടത്തിന് വേണ്ടി പോയപ്പോൾ ആ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന വേറൊരു സ്റ്റൈലില്ല, അപ്പൊ നമുക്കത് അറിയില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ പിന്നെയും റീഇനിഷ്യേറ്റ് ചെയ്ത പടങ്ങൾ പിന്നെയും മലയാളത്തിൽ ചെയ്തു തുടങ്ങി. പക്ഷെ എക്സ്പീരിയൻസ് വൈസ് രണ്ടും ആസ് യൂഷ്വൽ രണ്ട് ഇൻഡസ്ട്രി അത്രേ ഉള്ളൂ. അല്ലാതെ പ്രോസസ്സും ബാക്കി എല്ലാം സെയിമാ. ഇപ്പൊ സമന്തയുടെ കൂടെ അഭിനയിച്ച ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുക, സമന്തയെ പറ്റി എന്താണ് പറയാനുള്ളത്? സമന്ത വളരെ നല്ലൊരു ഞാൻ എന്താ പറയാ, ഒരു അടിപൊളിയാ, രസമുണ്ട്. ഞാനിപ്പോ ലാസ്റ്റ് സിറ്റാഡലെ കണ്ടേ, 2 എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ. അപ്പോ ഭയങ്കര ആക്ഷനൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ആളാണ് പുള്ളിക്കാരിക്ക്. അങ്ങനത്തെ ഒരു സ്പേസ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിറ്റാഡലൊക്കെ കുറച്ച് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര രസമുണ്ട്. ഒരു കോ ആക്ടറായിട്ട് വന്നപ്പം എങ്ങനെയായിരുന്നു? ലൈക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ചോദ്യം ഞാൻ ഇപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമായത്. എപ്പോഴും കോ ആക്ടറായിട്ട് സമന്ത വന്നപ്പോ എങ്ങനെയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന ആളുകൾ ഇപ്പൊ ഓഫ്കോഴ്സ് അവർ വലിയൊരു സ്റ്റാറാണ്, സ്റ്റാർഡുള്ള കുറെ ആളുകളെ തിയേറ്ററിലേക്ക് പുള്ള് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആണ്. പക്ഷെ വർക്ക് സ്പേസിൽ എല്ലാവരും അങ്ങനത്തെ ഒരു മൂഡിലല്ല വർക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ജോലി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക. കോ ആക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത്. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണെന്ന് തോന്നുന്നില്ല എനിക്ക് സിനിമ. എല്ലാവരും കൂടി ചെയ്യുന്നത്. അപ്പൊ അവിടെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുക. ഇപ്പൊ ഒരു പുതിയ ആളെന്നുള്ള നിലയിൽ എനിക്ക് ലൈൻസ് ഒന്നും അറിയില്ല, ഇതിന്റെ മീനിങ് അറിയില്ല. അപ്പൊ അവര് പറയും ഇതിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട് ഈ വാക്കിന്. അപ്പൊ തെലുഗു വരാം, കുറെ നാളായിട്ട് തെലുഗു ചെയ്യുന്ന ഒരു ആക്ടറാണല്ലോ, ഇതിങ്ങനെ കൂടെ പറഞ്ഞാൽ ചിലപ്പോ നന്നായിരിക്കും, ഡയറക്ടറോടൊന്ന് ചോദിച്ചു നോക്ക്, അങ്ങനെ നമുക്ക് പറഞ്ഞു തരും. ഒരു ആക്ടർക്ക് മറ്റൊരു ആക്ടറെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് ചിലപ്പോൾ അവര് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോഴും അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാറുള്ള ഒരു ആക്ഷൻ പടം നമുക്ക് ചെയ്യണം എന്ന് പറയാണ്. കാരണം ശാകുന്തളം വിചാരിച്ച ഒരു വലിയൊരു സക്സസ് ആയില്ല. സോ പ്ലാനൊക്കെ ഉണ്ട്, എപ്പോഴെങ്കിലൊക്കെ നടക്കുമായിരിക്കും. ഭാവിയിൽ ഇനി ചെയ്യാൻ അവസരം കിട്ടട്ടെ. അതെ. പിന്നെ സിജു ഇപ്പം അഭിനയം അതോടൊപ്പം തന്നെ എഴുത്ത് പരിപാടി ആൻഡ് ഡിറക്ഷൻ പരിപാടി ഉടനെയൊക്കെ ഉണ്ടാവുമോ? ഉടനെ ഇല്ല, ഇനിയും കുറച്ച് അഭിനയിക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ. ഈ സ്ക്രിപ്റ്റിങ്ങിലോട്ട് വന്നു കഴിഞ്ഞപ്പം എങ്ങനെയുണ്ടായിരുന്നു? സ്ക്രിപ്റ്റിംഗ് നേരത്തെ തൊട്ട് ചെയ്യുന്ന ആയിരുന്നല്ലോ. അങ്ങനെ ഇതിന് അത്ര സീരിയസ്, ഞാൻ അങ്ങനെ പുസ്തകങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല. എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാനുള്ള കഴിവുണ്ടോന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. ഇത് എഴുതി പോയതാണ്. കഥകൾ പറയും, ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് ഞാൻ കഥകൾ പറയും. പിന്നെ പണ്ട് സ്കെച്ചുകൾ ചെയ്യുമായിരുന്നു, ഈ 3 മിനിറ്റ് ഒക്കെ ഉള്ളത് ചാനലുകൾക്ക് എഴുതി കൊടുക്കുമായിരുന്നു. അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ളൊരു ഇതുണ്ടോയെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഓൺലൈൻ എനിക്കൊരു പ്ലോട്ട് വന്നപ്പോൾ ഞാൻ ഡയറക്ടർ ശിവപ്രസാദിനോട് ഡിസ്കസ് ചെയ്യുന്നു. പുള്ളിക്ക് എൻ്റെ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു കഥയുടെ ഇതിൻ്റെ ബാക്കി എന്താണെന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഒരാൾ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഞാൻ പല കഥകളും പറയാം, എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഫോളോ, പക്ഷേ പുള്ളി എന്നോട് വിളിച്ച് ചോദിച്ചാൽ അതിൻ്റെ ബാക്കി എന്താണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു കഥയാക്കുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുകൂടി ഇരുന്നിട്ട് അതിനൊരു സ്ക്രിപ്റ്റ് ആക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതാണിപ്പം മരണമാസം ചോദിച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് ബേസിലേട്ടനൊക്കെ അഭിനയിക്കുന്നു. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വന്നപ്പം ഞാൻ നേരത്തെ കേട്ടായിരുന്നു, അഭിനയിച്ചിട്ട് പോകാം, റൈറ്റർ ആകുമ്പോൾ അങ്ങനെയല്ല. ഈ എഴുതുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു വിഷ്വൽ ഉണ്ട്. ആ വിഷ്വലിനെ ഫുള്ള് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ആ ഒരു ഡയറക്ടർ പെർസ്പെക്റ്റീവിലുള്ള അപ്പോഴത്തെ ഒരു വികാരം ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ എഴുതിയ ഡയലോഗുകൾ അവർ പറയുന്നു. ഇത് എഴുതുമ്പോൾ ഒരിക്കലും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇന്നാൾ വന്ന് ഇത് ഈ സീനെ അഭിനയിക്കുന്നൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി ഇന്ന ആൾക്കാർ വന്ന് അഭിനയിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ഉദ്ദേശിച്ച സാധനം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതെ.
അഭിനയം അല്ലാതെ ഇതുപോലെ റൈറ്റിംഗ് പരിപാടി എന്തെങ്കിലും താല്പര്യമുണ്ടോ? അല്ല, ഞാൻ റൈറ്റിംഗ് നടക്കുന്നത് കാണാൻ പോകാറുണ്ട്. കാരണം ശിവചേട്ടനും ഇതിന്റെ മനവാസിന്റെ ഡയറക്ടർ ശിവചേട്ടനും സിജുവും പരാക്രമത്തിന്റെ സമയത്തായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ശല്യം ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ ഇവരെ ഓരോ സീനൊക്കെ എനിക്ക് ഇങ്ങനെ വായിക്കാൻ തരും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. എനിക്ക് സ്ക്രിപ്റ്റും സിജു അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് കാണുമല്ലേ ഒരു സിനിമ ഉണ്ടാവുന്നത്. അത് ഭയങ്കര രസമുള്ള പ്രോസസ്സാണ്. ഇപ്പൊ ഇവർ അന്നിരുന്ന് ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്നു, ഓരോ കൗണ്ടർ എന്നോട്, ഞാൻ മുമ്പേ ചില കൗണ്ടറൊക്കെ എന്നോട് പറയും എങ്ങനെ, ഞാൻ പറയും കൊള്ളാം പരിപാടി. അല്ല, അത് ഭയങ്കര രസമാണ്. അത് കാരണം എനിക്കറിയില്ല, എനിക്ക് എഴുതാൻ നടക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ആ ഒരു പ്രോസസ്സ് കാണാന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റൈറ്റിംഗ് പ്രോസസ്സ് ഇങ്ങനെ അടുത്ത് കാണുന്നത്. നമ്മളെപ്പോഴും ഒരു സ്ക്രിപ്റ്റ് ഒക്കെ കിട്ടുന്നു എന്നല്ലാതെ അതിന് മുമ്പ് വരെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഡയലോഗ് പറഞ്ഞു നോക്കും, ഇത് കൊള്ളാം, ഇതിങ്ങനെ എഴുതാം. പിന്നെ അവർ വായിച്ചു നോക്കുമ്പോൾ അല്ല, ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. അങ്ങനെയാണല്ലോ ഒരു സിനിമ ഇങ്ങനെ ഉണ്ടായി വരുന്നത്. അപ്പൊ അത് ഭയങ്കര അടുത്ത് നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. അത് അങ്ങനെ പ്ലാൻ ചെയ്ത് കണ്ടതല്ല. ഇവര് ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് അപ്പുറത്തെ റൂമിലിരുന്ന് ചെയ്യുന്നുണ്ടായിരിക്കും, ഞാൻ അതിന്റെ ഇടയിൽ കയറും, പിന്നെ അതോടെ കുറേ നേരം ഇരിക്കും. അപ്പൊ അങ്ങനെ സോ മരണമാസം ഒരു ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് സിനിമയാണ്. അതെ, അങ്ങനാവട്ടെ. ഷൂട്ട് തീർന്നുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും? തുടങ്ങുന്നു. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം പോസ്റ്റ് തുടങ്ങും. അതും ഈ ബാക്കി ആക്ടിങ് പരിപാടിയും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാനായിട്ട് പറ്റും? പോസ്റ്റ് ഞാനല്ല എഡിറ്റ് ചെയ്യുന്നത്, അത് അവരവിടെ എഡിറ്റ് ചെയ്യും, ഞാനല്ല മ്യൂസിക് ചെയ്യുന്നത്, അവർ മ്യൂസിക് ചെയ്യും. ആ സമയത്ത് ഞാൻ അഭിനയിച്ചിട്ടൊക്കെ വരും. അടുത്ത വർഷം അല്ല, അടുത്ത വർഷം ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കിന് റിലീസ് പ്ലാനിങ്, മാർച്ച് സമയത്തേക്കാണ് റിലീസ് പ്ലാനിങ്. പിന്നെ ഇനിയും സിനിമയാണല്ലോ. ശരിക്കും ഈ പരാക്രമത്തിന്റെ ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ, അർജുൻ രമേശ് എന്ന് പറയുന്ന സംവിധായകൻ ഈ ഒരു കഥ നറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ സിനിമ ഞാൻ ചെയ്യാമെന്ന് തീരുമാനം എടുത്ത ഒരു മോട്ടീവ് എന്തായിരുന്നു? എനിക്ക് കഥ പറഞ്ഞു തരികയല്ല ചെയ്തത്. അപ്പൊ ഞാൻ വേറൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അർജുൻ, എന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ്ക്ക് എന്നെ വിളിച്ചത്, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആവുന്ന കേട്ട് നോക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കേൾക്കാമെന്ന് പറഞ്ഞ അർജുൻ എന്നെ വിളിച്ചു. അപ്പൊ അർജുൻ പറഞ്ഞു, ഞാൻ നറേറ്റ് ചെയ്താൽ ചിലപ്പോൾ അത്ര അങ്ങോട്ട് കിട്ടില്ല, ആണ് ഞാൻ സ്ക്രിപ്റ്റ് അയക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അർജുൻ ഇതുവരെ അതെനിക്ക് നറേറ്റ് ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് നേരെ കിട്ടി, ഞാൻ അന്ന് രാത്രി ഇങ്ങനെ വായിച്ചു തുടങ്ങി. അപ്പൊ എനിക്കത് വായിക്കാൻ പറ്റി ഫുള്ളായിട്ട്, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട്. ചിലപ്പോൾ വായിക്കുമ്പോഴൊക്കെ പിന്നെ വായിക്കാം എന്നൊക്കെ തോന്നും. ഇതിന് ആ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു വായിച്ചു തീർക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എന്നെ അവിടെ പ്ലേസ് ചെയ്തിട്ടൊന്നും അങ്ങനെ വായിക്കാറില്ല. പൊതുവെ ഒരു കഥ വായിക്കുന്ന പോലെ വായിക്കും. ആ കഥ രസമുണ്ടോ എന്ന് നോക്കും, അത് സിനിമയെ കാണുമോ നോക്കും. അത്രേ എനിക്ക് ചെയ്യാൻ അറിയുള്ളൂ. അപ്പൊ അത് രസമുണ്ട്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ചെയ്യാത്ത ഒരു സ്പേസ് ആണ്. അപ്പൊ പിന്നെ അങ്ങനെ എനിക്കറിയാം, ഇതൊരു ഫ്രണ്ട്സ് കുറെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടമായി ചെയ്യാമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പം ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വാഴ ഇറങ്ങി കഴിഞ്ഞപ്പം ഇവർക്ക് കിട്ടി, ഇവരുടെ ഈ ഒരു വാഴ എന്ന് പറയുന്ന സിനിമയ്ക്കും ആ സിനിമയിലെ ഈ ഓരോ ക്യാരക്ടേഴ്സിനും കിട്ടിയ ഒരു റീച്ചും ആൾക്കാർ പ്രേക്ഷകർ ഏറ്റെടുത്തും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞ് പരാക്രമം ഇറങ്ങുമ്പോൾ ഈ വാഴയുടെ ഒരു പബ്ലിസിറ്റി പരാക്രമത്തിനെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ല, അതിന്റെ പ്രധാന കാരണം ഞാൻ തന്നെയാണ്. കാരണം വാഴ സിനിമ പൂജ ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് ഞാനാണല്ലോ. അങ്ങനെയാണ് അത് ഹിറ്റ് ആവുന്നത്. അതിലൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പരാക്രമം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെയാണ് വാഴ തുടങ്ങുന്നവര്. അപ്പൊ അതും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ്ക്ക്, അതിന്റെ പ്രൊഡ്യൂസർ ഹാരിസ് ദേശം. അപ്പോൾ ഹാരിസ്ക്ക് എന്നെ വിളിച്ച് വരില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വരാം, ഇവരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സെയിം ക്രൂ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, അങ്ങനെയാ. അപ്പോ എന്നെ വിളിച്ച് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോകുന്നു. അപ്പോ വിളക്ക് കൊളുത്തുന്നത് ദേവെവിടെ എന്ന് ചോദിച്ചു. ഞാനപ്പോ ഒരു ഞെട്ടി. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ടെൻഷൻ. രാവിലെ മറ്റേ എന്നും ലൊക്കേഷനിൽ പൂജയുണ്ടല്ലോ, ക്യാമറ പൂജിക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ തേങ്ങ കൊണ്ടുവരുമ്പോ തന്നെ ഞാൻ ഓടും. ഇനി അന്നെങ്ങാനും മഴ പെയ്ത് ഷൂട്ട് നടന്നില്ല, നമ്മള് ടെൻഷനാ. അപ്പൊ ഹാരിസ്കാരന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ വിപിൻ ചേട്ടൻ ചെയ്യടാ. ഞാൻ ഓക്കെ. അങ്ങനെ ഞാൻ പേടിച്ച് അത് ചെയ്യുന്നു. അടുത്ത് സ്വിച്ച് ഓൺ, ദേവെവിടെ ചോദിച്ചു. അപ്പോഴും സ്വിച്ച് ഓൺ ഞാൻ തന്നെ. എന്നിട്ട് ഞാൻ ക്യാമറയുടെ സൈഡിൽ പോയി നിൽക്കുക. അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ പോയി നിൽക്കുമ്പോൾ ജസ്റ്റ് അതിൽ റെക്കോർഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അത് ആർക്കും കാണാം. അപ്പോൾ ഈ ബട്ടൺ കാണുന്നില്ല, ടെൻഷനായിട്ട്. അപ്പൊ ആയിരിക്കും ഇതാണ് ബട്ടൺ. അങ്ങനെ ഞാനത് ഓൺ ആക്കുന്നു. പിന്നെ ഭയങ്കര ടെൻഷനാണ് ആക്ച്വലി. കാരണം നമ്മുടെ ടീമൊക്കെ നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ഫാമിലി പോലെ. ഇതെങ്ങനെയായാലും വർക്കാവണം. നമ്മളാണെങ്കിൽ അത് നിച്ചോടും ചെയ്തു. പക്ഷെ അത് എന്താ പറയാ, സക്സസ് ആയപ്പോ ഞാൻ അതിന്റെ ഡയറക്റ്റ്ലി ഒരു പാട്ടല്ലെങ്കിലും ഇവരെ പോലെ തന്നെ അതിൽ സന്തോഷമുണ്ട്. പക്ഷെ പൊതുവെ ആളുകൾ വിചാരിക്കും ഇതിപ്പോ വാഴ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷൻ പിന്നെ വർക്ക്ഔട്ട് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു സിജോക്ക് ഒരുപാട് ആ ഒരു കോമ്പിനേഷനിൽ സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. അതിന് മുമ്പേ നമ്മളിതിങ്ങനെ പരാക്രമത്തിൽ ഇങ്ങനെ വരുന്നു. ഈ ഒരു അന്ന് ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല ഈ ഒരു ടീം.
അപ്പോ അത് ഓഫ് കോഴ്സ് നമുക്ക് നല്ലതാ, നമ്മുടെ സിനിമ ആളുകൾ കാണട്ടെ. ഇപ്പൊ സച്ചിൻ ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? സിനിമയെ തന്നെ സസ്റ്റെയിൻ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കണം. പ്രോജക്ട്സ് ഒക്കെ വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിന്റെ കൂടെ തന്നെ അടുത്ത സിനിമകളൊക്കെ അസിസ്റ്റ് ചെയ്യാനൊക്കെ നോക്കിയിരുന്നു? അസിസ്റ്റിങ് ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ ബേസിക്കലി ആക്ടർ ആവാൻ വേണ്ടി തന്നെ AD ആയതാണ്. ഇപ്പോൾ 2 പടം കഴിഞ്ഞു. ഇപ്പോൾ പരാക്രമത്തിൽ പ്രീം പോസ്റ്റും ഞാൻ നിന്നിട്ടുണ്ട്. ഇപ്പോൾ 3 പടമായി. ഇപ്പോൾ പ്രീം പോസ്റ്റും ഷൂട്ടിങ്ങിലല്ല ഞാൻ പറഞ്ഞിട്ട്. അല്ല, ഷൂട്ടിങ്ങിൽ ഇവനറിയില്ല. ഇവൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞാൻ ആക്ടറും അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, എല്ലാ പണിയെടുക്കും. ഫസ്റ്റ് ഡേ ഞാൻ വന്നപ്പോ വൻ പണി സച്ചിൻ. അത് കഴിഞ്ഞൊരു 4 ദിവസം കഴിഞ്ഞപ്പോ സച്ചിന്റെ സീനുകൾ തുടങ്ങി. പിന്നെ സച്ചിൻ ക്യാരിയറിന് പോയില്ല, അത് ഞാൻ ആക്ടറാണ്, അതിന്റെ ആവശ്യമില്ല. എന്നിട്ട് അർജുൻ വേറെ AD വെച്ചു. ശരിക്കും ഏതാ ബുദ്ധിമുട്ടായിട്ടുള്ള ആക്ടിങ് ആണോ? അയ്യോ ഏടിപ്പണി എന്റെ അമ്മ. ഒരു ആക്ടിങ് പിന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാണുന്നവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഇനിയും അസിസ്റ്റന്റ് ആയിട്ട് ശ്രമിക്കുന്നില്ല എന്നാണോ? ഇല്ല, അങ്ങനെ അഭിനയം തന്നെയാണ്. ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ അതോ കോണ്ടാക്ട്സ് വെച്ച് ഇങ്ങനെ? കോണ്ടാക്ട്സ് വെച്ച് കയറാനാണ് ഏടിപ്പണി ചെയ്തു തുടങ്ങിയത്. അത് വെച്ചാണ് ഈ പടം എത്തിയത്. ഇനിയിപ്പോ അങ്ങനെ പരിപാടി കയറി വരണം, അതാണ് ആഗ്രഹം. അതെ, ഇപ്പൊ ഇന്റർവ്യൂ കാണുന്ന ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിയിരിക്കും. ഇനി വരുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇനി അടുത്തത് വരാൻ പോകുന്ന ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ഐസ് എന്ന് പറഞ്ഞ മനു അശോകൻ ഡയറക്ട് ചെയ്യുന്ന ബോബി സഞ്ജയ് സ്ക്രിപ്റ്റിലാണ്. അതായിരിക്കും അടുത്ത ഒരു. പിന്നെ ഇപ്പൊ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റില് കൃഷ്ണകുമാർ ഡയറക്ട് ചെയ്യുന്ന. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ സെറ്റിലായിരുന്നു തോന്നുന്നല്ലേ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ? അതെ, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിജുവിന്റെ ഇനി മരണമാസമാണ് ഉള്ളത്. കുറച്ച് ബ്രേക്ക് എടുക്കാണോ? ബാക്ക് ടു ബാക്ക് കുറച്ച് സിനിമ? അല്ലല്ല, അതൊന്നും പറയാനേ പാടില്ല. ബ്രേക്കൊന്നുമല്ല. അതായത് ഇനിയിപ്പോ അടുത്ത് ഷൂട്ടിന് കയറണം. അടുത്ത ഇപ്പൊ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഒരു പരിപാടി കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇഷ്ടം പോലെ. അതിനെയും 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഒരു സമയം എനിക്ക് കുറെ പരിപാടി ചെയ്യാൻ അറിയത്തില്ല. സെറ്റിലേക്ക് പോകാനൊക്കെ എനിക്കതൊന്നും ഇതായിട്ട് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തത് അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ ചില മാറുമായിരിക്കും. മറ്റേ എനിക്ക് ഭയങ്കര മൊത്തത്തിൽ ഞാൻ പാടും. ആ കൂടെ 2 നമ്പരും ഉണ്ട്. ആ ഒരു നമ്പറിൽ എല്ലാ പടം. അതുകൊണ്ട് ഒരു പടം കഴിഞ്ഞ് അടുത്തത് ഇനിയിപ്പം ഇത് കഴിഞ്ഞതിന് ശേഷമുള്ളത് എല്ലാം ഡിസ്കഷനിലും എല്ലാം ഇത് കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. ഡേറ്റുകൾ എന്താണെന്നുള്ളതല്ല നമ്മൾ മാത്രമല്ല, പലരും ഉണ്ടാവും. ഇപ്പൊ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പൊ ചെയ്യാൻ ഇനി താല്പര്യമുള്ളതൊക്കെ? എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ. വില്ലന് നെഗറ്റീവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കോമഡി ചെയ്യുന്നതുകൊണ്ട് കോമഡി വരുന്നു. ഇപ്പൊ വാഴക്കത്ത് ഇമോഷൻ ചെയ്തുകൊണ്ട് ഇപ്പൊ വരുന്ന കഥാപാത്രങ്ങൾ കുറച്ച് ഇമോഷണലി ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. നമ്മളപ്പോ ആരെങ്കിലും ഏതെങ്കിലും ഡയറക്ടർ നമുക്കൊരു വില്ലൻ അല്ലെങ്കിൽ അതുപോലെ ഷെയ്ഡ് തരുമ്പോഴേ നമുക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ബേസിലാണല്ലോ ഇതെല്ലാം വരുന്നത്. എപ്പോഴെങ്കിലും ഒക്കെ മാറും. എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് എത്രമാത്രം സക്സസ് ആവുന്നോ കോൺഫിഡൻസ് ഉണ്ടോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു വില്ലൻ വേഷം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? 100% എന്തായാലും ചെയ്യും. നല്ല കഥാപാത്രങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിപ്പോ ഗ്രേയോ വില്ലനോ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ ഐസിൽ ചെയ്തിരിക്കുന്ന പരിപാടിയും ഞാൻ അങ്ങനെ ചെയ്യാത്തൊരു സാധനമാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും ഗ്രേ സൈഡ് ഉണ്ടല്ലോ. ഇത് കുറച്ചും കൂടെ ഡോമിനന്റ് ഗ്രേ സൈഡ് ഉണ്ട്. അങ്ങനത്തെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അതിന്റെ അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുക, ഡബ് നടന്നുകൊണ്ടിരിക്കുക. എനിക്കും കുറച്ചും കൂടെ ഡബ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ എനിക്ക് മോസ്റ്റ്ലി നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല, വർക്ക് ഉണ്ടായില്ല. ഓക്കെ, അപ്പം പരാക്രമം 22-ാം തീയതി റിലീസ് ആവുകയാണ്. വലിയൊരു വിജയമാവട്ടെ. ഇനി ഒരുപാട് നല്ല നല്ല വർക്ക്സിന്റെ ഭാഗമാവാനും പറ്റട്ടെ. നമുക്ക് അടുത്ത സിനിമയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.